ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു വ്യക്തിത്വമുണ്ട്. വിശുദ്ധ ദീനിന്റെ ആവിർഭാവം മുതൽ എല്ലാ പ്രചരണ പ്രവർത്തനങ്ങളിലും മുന്നണി പോരാളിയായി നിലകൊണ്ട, എല്ലാ നിർണായക ഘട്ടങ്ങളിലും പ്രവാചകരോടൊപ്പം അടിയുറച്ചു നിന്ന, ഈമാനിന്റെ ഊക്കുകൊണ്ട് ശത്രുശരങ്ങളെ തൃണവൽക്കരിച്ച് പ്രവാചകരുടെ വലം കൈയായി പ്രവർത്തിച്ച, സമരമുഖങ്ങളിലും ഹിജ്റയുടെ നാൾവഴികളിലും പ്രവാചകർക്ക് തണലായി തുണയായി ചേർന്നു നിന്ന പകരക്കാരനില്ലാത്ത മഹാമനീഷി സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ സ്വതക്ക നൽകുവാനായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളോട് അറിയിച്ചപ്പോൾ താമസം വിന തനിക്കുള്ളതെല്ലാം ലോക നേതാവിന്റെ മുന്നിൽ സമർപ്പിച്ച സിദ്ദീഖ് തങ്ങളോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മാദാ അബഖൈത ലി അഹ്ലിക, അബൂബക്കറെ, താങ്കൾ എന്താണ് ഇനി കുടുംബത്തിനായി ബാക്കി വെച്ചിട്ടുള്ളത്? അന്നേരം സിദ്ദീഖ് തങ്ങൾ പറയുന്നൊരു മറുപടിയുണ്ട്. ഞാൻ അവർക്കായി ഇനി ബാക്കി വെച്ചത്, അവർക്കായി അവശേഷിപ്പിച്ചത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും മാത്രമാണ് നബിയെ. എന്റെ കയ്യിൽ സമ്പാദ്യമായി അള്ളാഹുവും അവന്റെ റസൂലുമല്ലാതെ മറ്റൊന്നുമില്ലെന്ന നിഷ്കളങ്കവും നിഷ്കപടവുമായ ആ മറുപടി, ഓ അതെത്ര തീവ്രവും തീക്ഷ്ണവുമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതു ദിവസമാണ് മരണപ്പെട്ടതെന്ന് അബൂബക്കർ തങ്ങൾ എന്നോട് ചോദിക്കുകയുണ്ടായി. തിങ്കളാഴ്ച. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും ആ ദിവസം മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒടുവിൽ സിദ്ദീഖോരും യാത്രയായത് ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. ഹിജ്റ 13 63 വയസ്സിൽ ജുമാദുൽ ഉഖറയിലെ ഒരു തിങ്കളാഴ്ച ദിവസമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. അവരോടൊപ്പം സ്വർഗം പുൽകാൻ നാഥൻ നമുക്കും ഉദവി നൽകട്ടെ. ആമീൻ.